പഴയ പ്രസിഡന്റ് ഡോക്ടർ ശിവരാമകൃഷ്ണൻ, പിന്നെ സുഹൃത്തുക്കളായ നിങ്ങളോട് എനിക്ക് പറയുന്നത്, ഇപ്പൊ മന്ത്രി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ മെഡിസിൻ എന്നുള്ള ഒരു വിഷയം യാതൊരു തരത്തിലും താല്പര്യമില്ലാതിരുന്ന ഒരാളാണ്. എന്റെ വിഷയം എക്കണോമിക്സ് ആയിരുന്നു. ഇപ്പൊ ഒരു 3 വർഷമായിട്ട് ഞാൻ ഈ ഡോക്ടർ ലൈവ് ചെയ്യുന്നുണ്ട്. അത് തുടങ്ങിയ സമയത്ത് ഞാനിങ്ങനെ നെറ്റിലൊക്കെ ഓരോ ദിവസവും വിഷയം സെർച്ച് ചെയ്ത് എന്തൊക്കെ ചോദിക്കണം എന്നൊക്കെ ആലോചിച്ചൊക്കെയായിരുന്നു. പിന്നെ എനിക്ക് കുറേശ്ശെ മനസ്സിലാവാൻ തുടങ്ങി. ഇപ്പൊ ഒരുമാതിരി മന്ത്രി പറഞ്ഞ പോലെ തന്നെ എന്റെ ഓഫീസിൽ പരിസരത്തുള്ളവരെ ഞാൻ ചെറിയ പൊടിക്കൈകളൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ചേച്ചി ആ ഡോക്ടറെ ഏതായിരുന്നു എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ ചോദിക്കും എന്താ പ്രശ്നം എന്ന് ചോദിക്കും. എന്നിട്ട് ഞാൻ ചെറിയ പൊടിക്കൈകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. പക്ഷെ എന്തായാലും എനിക്ക് സന്തോഷമുണ്ട് ഈ അവാർഡ് കിട്ടിയതില്. കാരണം ഈ ഹോമിയോ ചികിത്സയെ കുറിച്ചിട്ട് എനിക്കും പണ്ടൊക്കെ ചെറിയ രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്റെ മോൾക്കൊക്കെ തന്നെ ഒരു ചെറിയ അസുഖം വരുമ്പോൾ ഞാൻ ചിന്തിക്കാം അലോപ്പതിയിൽ മാത്രമാണ് പെട്ടെന്ന് തന്നെ മെഡിസിൻസ് ഉള്ളത്, ഹോമിയോയിലാണെങ്കിൽ കുറെ സമയം എടുക്കും, അപ്പൊ പതുക്കെ പോയാൽ മതി, അല്ലാതെ ശരിയാവില്ല എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഈ പ്രോഗ്രാമിൽ കൂടെ ഇതിന്റെ ഒരു അങ്ങനെയല്ല, പല ചികിത്സകളും, അതായത് ആയുർവേദത്തില് അല്ലെങ്കിൽ അലോപ്പതിയില് ചില അസുഖങ്ങൾക്ക് മരുന്ന് കിട്ടാതെ വിഷമിക്കുന്ന ചില രോഗികൾ നമ്മളെ വിളിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു സോറിയാസിസ് ഒക്കെ പോലുള്ള അസുഖങ്ങൾക്ക് പലപ്പോഴും ഹോമിയോ ചികിത്സയെ കുറിച്ചിട്ട് അറിയാത്തവരുണ്ട്. എന്റെ പ്രോഗ്രാമിൽ കൂടെ അറിഞ്ഞിട്ട് ഈ ഡോക്ടറുടെ പേര് ചോദിച്ചൊക്കെ വരുന്നവർ ധാരാളമുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സംശയങ്ങൾ, തെറ്റിദ്ധാരണകളൊക്കെ മാറ്റാനായിട്ട് നമ്മുടെ പരിപാടി സഹായിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മന്ത്രി ഇപ്പൊ പറഞ്ഞപ്പോ തന്നെ റിപ്പോർട്ടർക്കാണെങ്കിൽ ഇത്രയും ഗുണമുണ്ടാവില്ലായിരുന്നു. ഞാനൊരു റിപ്പോർട്ടർ കൂടിയാണ്. റിപ്പോർട്ടർ എന്നുള്ള നിലയ്ക്ക് എന്നെ അധികാരം അറിയില്ല. എനിക്ക് തോന്നുന്നു ഈ പരിപാടി എനിക്ക് ഒരുപാട് ഇങ്ങനെ കുറെ വയസ്സായ അമ്മമാരുടെ ഇടയിലൊക്കെ ഒരുപാട് സ്നേഹവും വാത്സല്യവും ഒക്കെ അനുഭവിക്കാൻ എനിക്ക് ഇതായിട്ടുണ്ട്. അവിടെ തന്നെ ഈ അവാർഡ് കിട്ടിയപ്പോഴും ബാലചന്ദ്രൻ സാർ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ അവാർഡ് വിജയ്ക്കും ബാലചന്ദ്രനാണ്. അപ്പൊ അതിനൊരു സന്തോഷമുണ്ട്. അപ്പൊ എല്ലാ തരത്തിലും എന്നെ ഈ അവാർഡിന് അർഹയാക്കിയതിൽ വളരെയധികം സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. ഇനിയും ഹോമിയോ ചികിത്സകളുടെ അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടി എന്നെ കൊണ്ട് ആവുന്ന രീതിയിൽ ഞാൻ സഹായിക്കുന്നതായിരിക്കും.